നമുക്കൊന്ന് നല്ല അടിപൊളി പൊക്കവട ഉണ്ടാക്കാം. അത് എന്തിനാ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ക്യാബേജിലാണ്. നല്ല കറുമുറാന്ന് പൊരിച്ചെടുത്ത് തിന്നാൻ പറ്റുന്ന പൊക്കവട എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. മക്കളെ, ഞാൻ അതിന് വേണ്ടി 1/2 കിലോ ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ചെറിയ കഷ്ണമാക്കി മുറിച്ചെടുക്കാം. ഇനി നമുക്കിതാ ഇതേപോലെ മുറിച്ചെടുക്കാം. കണ്ടില്ലേ, ഈ കനത്തിൽ വേണം മുറിക്കാൻ, വലുപ്പത്തിൽ. ഇതൊക്കെ ഉതിർത്തി ഇടണം. ഇതാ ഇതേമാതിരി ഇതെല്ലാതും ഇതേപോലെ മുറിച്ചെടുക്കാം. ഒക്കെ നമ്മളിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്, മുറിച്ച് ഉതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാത്രത്തിൽ ചെറുതായിട്ടരിഞ്ഞ ഒരു വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാശ്മീർ മുളക് പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൽ 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുക. പൊടിക്കാത്തതാണ് കേട്ടോ. ഇനി നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊക്കെ പാടൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതാ ഇതേപോലെ നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും മല്ലിയിലയും മസാലയും ഒക്കെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 1/2 കപ്പ് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടി പറയുന്നത് നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇത് ഒക്കെപ്പാടേയും കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. മക്കളെ, ഉപ്പിടുമ്പോൾ ഇതിനെല്ലാത്തിനും പാടെ കൂട്ടിയിട്ടാണ് ഉപ്പിടുക കേട്ടോ. അതില്ലെങ്കിൽ ലാസ്റ്റ് ഒന്നിച്ചിട്ടിട്ടാലും മതിയാവും. ഇത് കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് മസാലയുടെ കൂടെ കടലമാവ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മൾ അരിഞ്ഞു വെച്ച ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ക്യാബേജിൽ ഈ പൊടികളെല്ലാം ഇതിൽ ഒന്ന് മിക്സായി വരട്ടെ. മക്കളെ, ക്യാബേജ് ഇടുമ്പോൾ ഉതിർത്തിയിട്ടിടണം കേട്ടോ. ഒന്നിച്ച് നമ്മൾ അരിയണത് പോലെ കട്ടയോടെ ഇടാൻ പാടില്ല. ഇട്ടാൽ നമ്മൾ പൊരിക്കുമ്പോൾ മൊരുന്ന് വരില്ല കേട്ടോ. ഇനി നമുക്കിതിൽ കുറച്ചീച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് കുഴച്ചെടുക്കാം. ഒന്നിച്ച് ഒഴിച്ചാൽ വെള്ളം കൂടിപ്പോവും കേട്ടോ. വെള്ളം കൂടിപ്പോയാൽ നമ്മൾ ആ മൊരുപ്പ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ കുറേ ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ ക്യാബേജും മസാലയും പൊടിയും എല്ലാം അത് നല്ല പോലെ പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട്, ഉപ്പില്ലെങ്കിൽ പാകം നോക്കി എടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ പൊക്കവടയ്ക്കൊക്കെ കുഴയ്ക്കുമല്ലോ, അതേപോലെ ആ പരുവത്തിൽ വേണം കുഴയ്ക്കാൻ. എങ്ങനെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, അതേപോലെ വേണം കുഴയ്ക്കാൻ കേട്ടോ. മക്കളെ, ഇനി നമുക്ക് തിളച്ച എണ്ണയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എണ്ണയുടെ അളവിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരുപാട് ഇട്ട് കൊടുത്താൽ നമുക്ക് മൊരിഞ്ഞ് കിട്ടത്തില്ല. ഇതിനി നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ. ഇതിപ്പോൾ നമ്മൾ ഇട്ടിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇട്ട ഉടനെ ഇളക്കരുത് കേട്ടോ, പൊടിഞ്ഞു പോകും. ഇനി നമുക്കിത് ഇളക്കിയിട്ട് പൊരിച്ചെടുക്കാം.
കണ്ടില്ലേ മക്കളെ, നമ്മുടെ പൊക്ക ഇവിടെ കറുമുറ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, സൗണ്ട് തന്നെ കുരുകുരുന്ന് കണ്ട. ഇനി നമുക്കിത് എടുക്കാം. ഈ പരുവത്തിലായ എടുക്കുക. കണ്ടില്ലേ, ചിലി ചിലിന്ന് കേൾക്കണ്. ഇനി നമുക്ക് അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. മക്കളെ, അങ്ങനെ നമ്മുടെ പൊക്ക ഇവിടെ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കിലുകിലായിരിക്കണത്. ഒരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കാം. അപ്പം നമ്മുടെ പൊക്ക ഇവിടെ ഉണ്ടാക്കാനുള്ള പണി ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പൊക്ക ഇവിടെ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കട്ടെ. കണ്ടില്ലേ മക്കളെ, കറുമുറാന്നിരിക്കുന്നു കേട്ടോ. അപ്പം മക്കളെ, നമ്മുടെ പൊക്ക ഇവിടെ ഉണ്ടാക്കാൻ ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടമാവും, കറുമുറുന്ന് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനേ. ഇത് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇതുവരെ നിങ്ങൾ ആരും കാബേജ് പൊക്ക ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പം ഇപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.